ഹലോ എല്ലാവർക്കും നമസ്കാരം. NTSSC RRBയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ SSC CHSL എക്സാം ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട് അല്ലേ. സോ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ബിഗിനിങ് ഒക്കെ ആയിട്ടായിരിക്കും SSCയുടെ CHSL എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് ഇനി നമ്മുടെ കയ്യിലുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് SSC CHSL 2025 എക്സാം നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിൻ്റെ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ CHSL എക്സാമിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ മാത്രം പറയാം. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, നിങ്ങളിൽ പലരും ഓൾറെഡി എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. സോ ബേസിക് ആയിട്ടും CHSL എക്സാം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ്. +2 യോഗ്യതയുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണിത്. സോ ഇവിടെ SSC നടത്തുന്ന ഈ എക്സാമിലൂടെ പ്രധാനമായിട്ടും ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള അല്ലെങ്കിൽ LDC പോലെയുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക്, JSA ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോലെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. സോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള പല മിനിസ്ട്രികളിലും ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങൾക്കിവിടെ ക്ലർക്കായിട്ടും LDC ആയിട്ടും JSA ആയിട്ടും ആയിട്ടൊക്കെ ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. സോ ഇത് വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ജോബാണ്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 to 5 കറക്റ്റ് ഓഫീസ് ടൈമിംഗ് പാലിക്കേണ്ട ജോലിയാണ്. എക്സ്ട്രാ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഓവർ ടൈം ഡ്യൂട്ടിയോ നൈറ്റ് ഷിഫ്റ്റുകളോ അങ്ങനെയുള്ള ഷിഫ്റ്റുകളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് രാവിലെ പോയി വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ജോലിയാണ്. സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്ക് Tier 1 എക്സാം ഉണ്ട്, Tier 2 എക്സാം ഉണ്ട്. അതിൻ്റെ കൂടെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഈ പോസ്റ്റുകളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് CHSL എക്സാമിൻ്റെ Tier 1 എക്സാമിലൂടെയാണ്. സോ Tier 1 എക്സാമിനേഷൻ നിങ്ങൾ സ്റ്റാർട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല സ്റ്റാർട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് Tier 2ലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ CHSL എക്സാം എന്ന് പറയുന്നത് CGL എക്സാമിൻ്റെ അതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷനും അതിൽ വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 സെക്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. സോ ഇവിടെ സാധാരണ ജനറൽ അവയർനെസ് ഉണ്ടാകും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടാകും. എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആണ്. എല്ലാത്തിൽ നിന്നും സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോന്നിൽ നിന്നും 25 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒരു ക്വസ്റ്റിന് നമുക്കിവിടെ 2 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. സോ 0.50, അതായത് അര മാർക്കിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ആണ് വരിക. എക്സാം ഇവിടെ ഏകദേശം 1 മണിക്കൂർ സമയത്തിലേക്കായിരിക്കും ഉണ്ടാവുക. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം ഇതൊരു ക്ലറിക്കൽ പോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ. ആൻഡ് അങ്ങനെയുള്ളവർക്ക് നിങ്ങളൊരു സ്ക്രൈബിനെ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അവിടെ 1 മണിക്കൂറിന് പകരം 20 മിനിറ്റ്സും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടി 1 മണിക്കൂറും 20 മിനിറ്റും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ CHSL എക്സാമിൻ്റെ Tier 1ൻ്റെ ജനറൽ ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ നമ്മുടെ കയ്യിലുള്ള സമയം വെച്ചിട്ട് നമുക്ക് എന്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ഏറ്റവും ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് വെച്ചിട്ടാണ്. സോ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ ഗ്രാമറിൽ നല്ല വെയിറ്റേജ് ഉണ്ട്. വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ് ആൻഡ് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡും ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വൊക്കാബുലറി പഠിച്ചു, അപ്പോൾ വൊക്കാബുലറി ഒരു കാര്യത്തിൻ്റെ വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രേസിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അവിടെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രൂപം മാറ്റി അതൊരു ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ആ ഫ്രേസ് എങ്ങനെ അവിടെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് യൂസേജ് അറിഞ്ഞെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വൊക്കാബുലറിയിൽ ഒരു ടേം നന്നായിട്ട് അറിയാമെങ്കിൽ അത് റീഡിങ് കോംപ്രിഹെൻഷനിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെ ജനറലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ആപ്റ്റിറ്റ്യൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് നന്നായിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും എന്ന് ഉറപ്പാക്കാനായിട്ട് പറ്റുക. സോ ഡെഫിനറ്റ്ലി യെസ്, നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടാൻ സിലബസ് കവറേജ് അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിൽ നമുക്കൊരു 20 ടോപ്പിക്സോളം CHSL എക്സാമിൽ വരുന്നുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ടോപ്പിക്സിൽ നിന്നാണ്. അതായത് പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക്
ഔട്ട് ഓഫ് 25 ക്വസ്റ്റൻസിൽ മിനിമം ഒരു 2 to 3 ക്വസ്റ്റൻസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതൊന്നുകിൽ ഡയറക്റ്റ് പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ, അതായത് പോപ്പുലേഷൻ പോലെയോ സാലറി ക്വസ്റ്റൻസോ അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് പോലെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കാം. ഇനി അറ്റ് ദ സെയിം ടൈം ഈ പെർസെൻറ്റേജിനെ തന്നെ നമുക്ക് ടൈം ആൻഡ് വർക്കിലേക്ക് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് ചോദിക്കാം. ഒരാൾ ഈസ് 50% മോർ എഫിഷ്യൻറ്റ് ദാൻ ബി എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. പെർസെൻറ്റേജിൽ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ബേസ്ഡ് ആയിട്ടും നമുക്ക് ക്വസ്റ്റൻസ് വരാം. പെർസെൻറ്റേജിൽ മെൻസുറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ നിങ്ങൾ കണ്ടുപിടിക്കണം, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 10% ആൻഡ് 20% ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അവിടെ എഫക്റ്റീവ് ഏരിയ ചേഞ്ച് എത്രയായിരിക്കും? അവിടെ അത് എന്ന് പറയുന്നത് സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ ആണ് അല്ലേ. ഇനി വീണ്ടും ഇതുപോലെ തന്നെ SI ആൻഡ് CIയിലും പെർസെൻറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. സോ ഈ ടോപ്പിക്സ് ഞാനിവിടെ എക്സ്ട്രാ ലിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പെർസെൻറ്റേജും റേഷ്യോയും ആവറേജും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാത്രമല്ല, ഇതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്ന മറ്റ് ടോപ്പിക്സിൽ നിന്നും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത് മൂന്നും പഠിക്കാതെ നിങ്ങൾ ബാക്കി ടോപ്പിക്സിലേക്ക് അത്ര ഡീപ്പായിട്ട് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, കാരണം ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ മൊമെൻറ്റ്സിൽ നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 8 ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇതിൽ നിന്നും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എപ്പോഴും കൂടുതൽ വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസണിംഗ് ആണ്. റീസണിങ്ങിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക? റീസണിങ്ങിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ. നോൺ വെർബൽ ഉണ്ട്, ക്ലോക്ക് ആൻഡ് കാലണ്ടർ വരുന്നുണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആൻഡ് റാങ്കിങ് ആൻഡ് ഓർഡർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ റാങ്കിങ് ആൻഡ് ഓർഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും എല്ലാ വർഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല. സോ മാക്സിമം 0 to 1 അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയാൽ 2, അതും റെയർ ആയിട്ടൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുകയുള്ളൂ അല്ലേ. ഇനി ചില കേസിൽ ക്ലോക്ക് ആൻഡ് കാലണ്ടർ, ഒന്നെങ്കിൽ ക്ലോക്കിൽ നിന്ന് ഒന്നുണ്ടാകും അല്ലെങ്കിൽ കാലണ്ടറിൽ നിന്ന് ഒന്നുണ്ടാകും. സോ നിങ്ങൾ മേ ബി ഒരു ഏർലി ടൈം തൊട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സിലബസ് കവറേജിൻ്റെ ഭാഗമായിട്ട് അത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതല്ല, ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസിൽ നിന്നാണ്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ നിന്ന് എപ്പോഴും വരുന്നത് അനാലജി, കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ്, ഡിറക്ഷൻ, ബ്ലഡ് റിലേഷൻ ആൻഡ് പാറ്റേൺ വിഷ്വലൈസേഷൻ. ഈ പാറ്റേൺ വിഷ്വലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോൺ വെർബൽ റീസണിംഗ് ആണ്. അതിൽ ഫിഗേഴ്സിൽ സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും, ഫിഗേഴ്സിൻ്റെ അനാലജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിനുശേഷം മിറർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വാട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, നെക്സ്റ്റ് എംബഡഡ് ഫിഗേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൗണ്ടിങ് ഫിഗേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ പാറ്റേൺ വിഷ്വലൈസേഷനിൽ വരുന്നത്. സോ നോൺ വെർബൽ റീസണിംഗ് അത്ര ടഫ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ല, അനാലജി, കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസും ടഫ് അല്ല. ഇനി നിങ്ങൾക്ക് ഇനി ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് റിലേഷൻസിൽ നിന്നും ഡിറക്ഷൻസിൽ നിന്നും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സിൽ നിന്നും വരുന്ന വെയിറ്റേജ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്സിൽ തീർച്ചയായിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം 3 ക്വസ്റ്റനെങ്കിലും അതിൽ നിന്നുണ്ടാകും. ഇനി നിങ്ങൾ അനാലജി നോക്കുകയാണ്, ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ടുള്ള പെയർ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ ട്രയാഡ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ അനാലജിയുടെ ആപ്ലിക്കേഷനായ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി മിനിമം 4 ക്വസ്റ്റനെങ്കിലും അനാലജി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ അവയർനെസ്സിൻ്റെ ഒരു വെയിറ്റേജ് ആണ്. സോ ജനറൽ അവയർനെസ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരിക കറണ്ട് അഫയേഴ്സിൽ നിന്നുമായിരിക്കും. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നിങ്ങൾ ഓരോ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ചും മാറുള്ളൂ അല്ലേ. അതായത് ഇന്ത്യയുടെ പോളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി അതെല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് നാഷണൽ സ്കീംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ബാക്കി എല്ലാത്തിനും ഏകദേശം ഒരുപോലെ തന്നെ വരുന്ന വെയിറ്റേജ് ആണ് നമ്മൾ സാധാരണ എക്സാംസിൽ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇനി നമ്മൾ ഈ വരുന്ന 21 ഡേ പ്ലാൻ, ഞാനിപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒക്ടോബർ ലാസ്റ്റ് വരെയുള്ള ഒരു പ്ലാനാണ്. നമുക്കിനി വരുന്ന 3 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 25 ഡേയ്സ് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ
1 to 7, നെക്സ്റ്റ് 8 to 14, 14 to 19 ആൻഡ് 20 to 21 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആഴ്ച നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ഒരു 6 months അല്ലെങ്കിൽ 3 months തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോഴും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടാകും. സോ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് കൊണ്ടായില്ല, അത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം അല്ലേ. അതായത് ഫോർമുലാസ് ഒക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ, ഗ്രാമർ റൂൾസ് കാണുമ്പം അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, റീസണിങ്ങിൽ ഒരു ചോദ്യം കണ്ടു കഴിയുമ്പോൾ ഇത് ഈ ടൈപ്പാണ്, അപ്പോൾ ഇതിവിടെയാണ് യൂസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോൺസെപ്റ്റിൻ്റെ റിവിഷനാണ്. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങളുടെ കോൺസെപ്റ്റ് റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 2 മോക്ക് ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്തിരിക്കണം. കാരണം എങ്കിൽ മാത്രമാണ് ആക്ച്വലി ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ നിങ്ങൾ എന്തുമാത്രം മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഡേയ്സ് 8 to 14 ആണ്. ഈ ബാക്കി വരുന്ന 7ാം ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ഏകദേശം ഒരു 5-6 ദിവസങ്ങളുണ്ട്. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ സെക്ഷണൽ പ്രാക്ടീസിലേക്ക് പോവാം. നിങ്ങൾ കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്തു, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഉറപ്പാക്കി. ഇനി സെക്ഷനായിട്ട് ഉള്ള മോക്ക് ടെസ്റ്റുകളിലേക്ക് പോവാം. ഫുൾ ലെങ്ത് നമുക്ക് അടുത്ത ഫേസിൽ ചെയ്യാം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാത്സ് ആണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നതെങ്കിൽ മാത്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഇന്ന് നിങ്ങൾ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈസിയർ ആയിട്ടുള്ളൊരു ടോപ്പിക് മേ ബി ഇംഗ്ലീഷ് ഓർ ജനറൽ അവയർനെസ്, അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കൂടി എടുക്കുക. ഓക്കെ, അടുത്ത ദിവസം നിങ്ങൾ റീസണിങ്ങും, പിന്നെ ഇന്ന് ഇംഗ്ലീഷ് എടുത്തെങ്കിൽ പിറ്റത്തെ ദിവസം ജനറൽ അവയർനെസ് എടുക്കുക. അങ്ങനെ ക്ലബ് ചെയ്ത് സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഇതിന് നമ്മൾ മിനി മോക്ക് എന്നും പറയാറുണ്ട്, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഫുൾ ലെങ്ത് ആയിരിക്കില്ല. അതായത് എക്സാം 1 മണിക്കൂറിൽ 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒരു സെക്ഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻട്രി ആപ്പിൽ വരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാക്റ്റ് നമ്മുടെ എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെ അതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതേ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെയാണ് വരുന്നത്. ഇനി എൻട്രിയിൽ വരുന്ന മോക്ക് ടെസ്റ്റുകൾക്ക് ഒരു AI കോപ്പൈലറ്റ് ഫീച്ചർ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ക്വസ്റ്റനും നിങ്ങൾ എത്ര സമയം എടുക്കുന്നു, എത്ര സമയം എടുത്തിട്ടാണ് നിങ്ങൾ തെറ്റിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ടാണ് കറക്റ്റ് ആക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പെർസെൻറ്റേജ് ഗ്രാഫ് അടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ സെക്ഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺസെപ്റ്റ് കഴിഞ്ഞു, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുത്തു, അടുത്തത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എടുക്കാനുള്ള സമയമാണ്. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച 4 സെക്ഷനും ഒരുമിച്ചുള്ള എക്സാം മോക്സ് നിങ്ങൾ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമാണ് ആക്ച്വൽ എക്സാമിന് പോകുമ്പോൾ ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമല്ല, A to Z ഈ 4 സെക്ഷനും ബാക്ക് ടു ബാക്ക് ആയിട്ട് ആ ഒറ്റയടിക്ക് 1 hourൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ മിനിമം എടുത്തിരിക്കണം. അത് ജസ്റ്റ് മോക്ക് ടെസ്റ്റ് എടുത്ത് അതിൻ്റെ റിസൾട്ട് കണ്ട് അവിടെ വിടരുത്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, ഏതെങ്കിലും ഫോമിൽ തെറ്റിച്ചോ, ഏതെങ്കിലും ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ മറന്നുപോയോ, കെയർലെസ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. സോ ഇത് ഈ ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ എക്സാമിന് മുമ്പുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം ഈ ഡേയ്സ് 15 to 19 ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയണ അതേ സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ അണ്ടർസ്റ്റാൻഡ് ഇത് നിങ്ങളുടെ മേക്ക് ഓർ ബ്രേക്ക് സെക്ഷനാണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമും ആ സ്ട്രെസ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ മോക്ക് ടെസ്റ്റുകൾ ദിവസം ഒരെണ്ണമെങ്കിലും നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് പോകുമ്പോൾ ഈ ടെൻഷൻ മുഴുവൻ നിങ്ങൾക്ക് എക്സാമിലായിരിക്കും അവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. സോ അത് നിങ്ങളുടെ മാർക്സിനെ ബാഡായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ലാസ്റ്റത്തെ 2 ദിവസം, എക്സാമിന് മുമ്പുള്ള 2 ദിവസം ലൈറ്റായിട്ടുള്ള റിവിഷൻ ചെയ്താൽ മതി. ലാസ്റ്റത്തെ 2 ദിവസം ഞാൻ പോയി എല്ലാം പഠിച്ച് എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഹൈലി ടെൻസ്ഡ് ആകും, സ്ട്രെസ്ഡ് ആകും, അത് നിങ്ങളുടെ എക്സാമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, സോ കുറച്ച് നേരം ചില്ല് ചെയ്താലും പ്രശ്നമല്ല. നിങ്ങളുടെ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് മാക്സിമം ഈ യൂട്യൂബ് ഷോർട്സ് ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാതിരിക്കുക. ഫോർ യുവർ എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ ഒന്നും കാണാതിരിക്കുക. എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട്
ആയിട്ടുള്ളത് കാണാം, ഓക്കെ ഫൈൻ. അല്ലാതെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ചിന്തകളെ ഒരുപാട് ഓക്യുപ്പൈ ചെയ്യുന്ന കാര്യങ്ങളെ മാക്സിമം മാറ്റി നിർത്തുക. ആൻഡ് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ചെറുതായിട്ടുള്ള റിവിഷൻ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ എക്സാമിന് മുമ്പ് നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ 21 ഡേ പ്ലാനിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് സെക്ഷൻ വൈസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതുകൂടി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം ആക്ച്വൽ എക്സാമിൽ നിങ്ങൾ ഓരോ സെക്ഷനും എത്ര മിനിറ്റ് കൊടുക്കണം എന്നത് വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾ ക്വാണ്ട് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫോർമുലാസ് നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തിരിക്കണം. മെൻ്റൽ കാൽക്കുലേഷനിൽ കുറച്ച് ഫോക്കസ് കൊടുക്കണം. എല്ലാം നമ്മൾ എഴുതി ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ഒത്തിരി ടൈം പോകും. അതുകൊണ്ട് മാക്സിമം ഷോർട്ട് കട്ട്സ് മനസ്സിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആക്യുറസിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. ബിക്കോസ് ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. നമ്മുടെ ആക്യുറസിയിൽ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് കഴിവതും ഒഴിവാക്കുക. അത് നമ്മുടെ റാങ്ക് ഒരുപാട് മുന്നോട്ട് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, സോ വീണ്ടും റീസണിങ്ങിൽ ശ്രദ്ധിക്കുക. ഇവിടെ ടൈം ട്രാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എന്താണ് ഈ ടൈം ട്രാപ്സ്? മേ ബി നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി ചെയ്തു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. സോ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇത്ര സമയമാണ്, അല്ലെങ്കിൽ ഞാൻ റീസണിങ്ങിന് ഇത്ര സമയമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്യാനിരിക്കുക. സോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഈസിയാണെന്ന് തോന്നി അത് കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിൽ തന്നെ അങ്ങ് സ്റ്റക്കായി നിൽക്കും അല്ലേ. സോ അങ്ങനെയുള്ള സ്റ്റക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. ഇതിനെ നമ്മൾ ടൈം ട്രാപ്സ് എന്നാണ് പറയുന്നത്. സോ ഇനി അതിൻ്റെ കൂടെ തന്നെ റീസണിങ്ങിൻ്റെ മേ ബി ചെറിയ ചെറിയ പസിൽസോ അല്ലെങ്കിൽ ലോജിക്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ CHSLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ആ റീസണിങ് ലെവൽ കറക്റ്റായിട്ട് നല്ല ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനി വീണ്ടും ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമർ റൂൾസും ഒക്കെ പ്രോപ്പറായിട്ട് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ എന്തെങ്കിലും വരുന്ന എക്സെപ്ഷണൽ കേസസ് ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക. വൊക്കാബുലറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് GAൻ്റെ കാര്യം, ജനറൽ അവയർനെസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡെയിലി അപ്ഡേറ്റ് വേണ്ട ഒരു സബ്ജക്റ്റാണ് ജനറൽ അവയർനെസ്. സോ GK ക്യാപ്സ്യൂൾസ് ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ കറണ്ട് അഫെയർസിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടത് അതുകൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ആ ഒരാഴ്ചയിൽ ദിവസം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ഫുൾ ലെങ്ത് നിങ്ങൾ എടുത്തിരിക്കണം. സോ മാക്സിമം ഒരു 10 to 12 മോക്ക് ടെസ്റ്റുകളെങ്കിലും എടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, സോ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലാണ് നിങ്ങളുടെ ആ ടെൻഷനൊക്കെ എക്സാം ആവുമ്പോഴേക്കും ഇതിലൊന്ന് ലെവലായി എക്സാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ സ്കോർ എത്രയാണെന്നും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആക്യുറസി എത്രയാണെന്ന് നോക്കുക. ആക്യുറസി എന്ന് പറയുന്നത് നിങ്ങളൊരു 80 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, പക്ഷേ അതിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ആക്യുറസി അല്ല 80 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആകുമ്പോൾ കിട്ടുന്നത് അല്ലേ. സോ നിങ്ങൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്നതിൽ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ആക്യുറസി എത്രയാണ് എന്നതിൽ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. 80 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൊത്തത്തിൽ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 25% ആക്യുറസി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് മാർക്കായിരിക്കും. സോ ആക്യുറസിയിലും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്സ് വരുത്തുന്ന ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകളിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ അതായത് മേ ബി ഒരു 5 to 7 മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എത്ര ചെയ്തിട്ടും തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എക്സാമിൽ ആദ്യം സ്കിപ്പ് ചെയ്യുക. സമയം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു വന്ന് ചെയ്യുക. കാരണം എത്ര ചെയ്തിട്ടും ശരിയാവാത്തത് ചിലപ്പം എക്സാമിൻ്റെ ടെൻഷനിൽ അത്ര പോലും ശരിയാവണമെന്നില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ചില ഇൻപുട്സ് ഉണ്ടാകും അല്ലേ. അതായത് ഇത് ഇമ്പ്രൂവ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഫോമുലയും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ക്വസ്റ്റനും കൂടെ ആൻസർ ചെയ്യാൻ പറ്റിയേനെ. അങ്ങനെയുള്ള ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് എക്സാമിൻ്റെ ജസ്റ്റ് തലേ ദിവസം കുറച്ച് നേരം മുമ്പ് മോക്ക് ടെസ്റ്റ് എടുക്കേണ്ട, കാരണം അതിൻ്റെ സ്കോറ് നിങ്ങളുടെ എക്സാമിൻ്റെ ആ ഡേയിലെ മൂഡിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കേണ്ട, അതിന് മുൻപ് വരെ മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ സേവ് സ്കോറും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറീൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് 200-ലാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി പേപ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 155+ എന്തായാലും കട്ട് ഓഫ് വരും. മോഡറേറ്റ് ആണെങ്കിൽ 140 എബോവ് ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. സോ ഇവിടെ
125 ആവുന്നത് ടഫ് എക്സാം ആണെങ്കിൽ മാത്രമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിൽ മാക്സിമം നിങ്ങൾ ഒരു 160+ എങ്കിലും നിങ്ങൾ സേഫ് സ്കോറായിട്ട് കീപ്പ് ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ എടുക്കുന്ന സമയത്ത് നോർമലൈസേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടേണ്ടത് 160+ ആണ്. സോ ഒരു 165 റേഞ്ചിലേക്ക് നിങ്ങളുടെ മാർക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, മേ ബി നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക പ്രിപ്പറേഷൻ, അപ്പോൾ അതിന് വേണ്ടി അത്ര ലൈറ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ വർഷത്തെ അറ്റംപ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ആണ്. സോ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു പാറ്റേണിനെ പറ്റി ഒരു നല്ല ക്ലാരിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ എക്സാമിൻ്റെ നിങ്ങൾ ഈ ഒരു പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള പേപ്പേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സ്ട്രെങ്ത് മാക്സിമൈസ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാത്സിലെയും റീസണിങ്ങിലെയും നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ടൈം ആയിട്ട് ലൈറ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി എഴുതുന്നവർ മാക്സിമം നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാനായിട്ട് നോക്കുക. സോ ഗെസ് വർക്ക്, എഡ്യൂക്കേറ്റഡ് ഗെസ് ആണെങ്കിൽ കുഴപ്പമില്ല. സോ മാക്സിമം ഗെസ് വർക്ക് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ബിഗിനറായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന സമയം കൊണ്ട് ഫുൾ സിലബസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അറിയാം, അത് സാധിക്കില്ല. സോ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ 80% ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 60% സിലബസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ടൈം മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസം പഠിച്ചാലാണ് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ, ഓൾറെഡി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ട്രാറ്റജി വൈസ് എക്സാമിന് മുമ്പ് വരെ പറയാനുള്ള കാര്യങ്ങൾ. ഇനി എക്സാമിൻ്റെ അന്ന് എന്താണ് ചെയ്യേണ്ടത്? ഓരോ സെക്ഷനും മാക്സിമം എത്ര ടൈം നിങ്ങൾക്ക് കൊടുക്കാം, ഗുഡ് അറ്റംപ്റ്റ്സ് എത്രയൊക്കെയാണ് എന്നും കൂടി നമുക്ക് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ജനറൽ അവയർനെസ്സിന് നിങ്ങൾക്കറിയാം ഇവിടെ 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഈ 25 ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെഫിനറ്റ് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പോലെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് യെസ് ആണോ നോ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ മാക്സിമം ഒരു 20 to 25 സെക്കൻഡ്സ് പെർ ക്വസ്റ്റ്യനേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 to 7 മിനിറ്റ്സിനുള്ളിൽ നിങ്ങളുടെ എക്സാം ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നല്ല ഒരു സേഫ് സ്കോറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം 15 to 20 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമാണ് നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഓവറോൾ സേഫ് സ്കോർ എത്താൻ പറ്റുള്ളൂ. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിന് 10 to 12 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷിൽ ചില ക്വസ്റ്റ്യൻസ് മേ ബി ഇപ്പം റീഡിങ് കോംപ്രിഹെൻഷൻ പോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇച്ചിരി സമയം എടുത്തേക്കാം. ഇനി ഗ്രാമറിൻ്റെ ഒക്കെ ചില റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വന്നേക്കാം. സോ അവിടെ നമ്മൾ 10 to 12 മിനിറ്റ്സ് ആണ് സമയം കൊടുക്കുന്നത്. ഇനി റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 15 to 18 മിനിറ്റ്സ് മതി നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ഒക്കെ കൊടുക്കണ്ടേ എന്ന്, അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇനി വരുന്ന അടുത്ത സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് മാക്സിമം 20 to 25 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തീർക്കുക. അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയെന്ന്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളുടെ ടൈമാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മുടെ ആ കൺവെൻഷണൽ മെത്തേഡിലൂടെ എത്ര സ്റ്റെപ്പ് എടുത്ത് ആൻസർ കണ്ടുപിടിക്കുന്നു എന്നതിലല്ല നിങ്ങളുടെ റാങ്ക് വരുന്നത്. എത്ര പെട്ടെന്ന് റോങ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നോ അവിടെയാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത്. ഓക്കെ, സോ മിനിമം ഒരു 85 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 100 എങ്കിലും നിങ്ങളുടെ 75 to 85 കറക്റ്റ് ആണെങ്കിലാണ് നിങ്ങൾക്കൊരു റാങ്കിൽ പ്രതീക്ഷ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്രാവർത്തികമായിട്ട് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് SSCയുടെ CHSL 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പിലെ ചോദ്യമാണ്. അത്ര ഈസി ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻസിലൂടെ അനലൈസ് ചെയ്ത് ആൻസർ കണ്ടെത്തേണ്ട ചോദ്യമാണ്. ഇവിടെ A into B means A is B's brother, division എന്ന് വെച്ചാൽ A is B's sister, plus എന്ന് വെച്ചാൽ A is B's father, minus എന്ന് വെച്ചാൽ A is B's mother. നമ്മുടെ ചോദ്യം, using the same meaning of the mathematical operations as given above, which of the following means X is
സെഡ്സ് മദേഴ്സ് ഫാദർ. അപ്പോൾ എക്സ് ഇവിടെ ആരാവണം? സെഡ് എന്ന് പറയുന്ന ആളുടെ മദറിൻ്റെ ഫാദർ ആവണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ ഓരോ ഓപ്ഷനും എടുത്ത് ഡയഗ്രാം വരച്ചൊക്കെ സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിൽ എക്സ് ഇവിടെ സെഡിൻ്റെ മദറിൻ്റെ ഫാദർ ആകണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഫാദറാണ്. ഫാദറിൻ്റെ സിമ്പിൾ ഇവിടെ എന്താ? ഇവിടെ പ്ലസ് ആണ്. ഇനി മദർ ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ മദറിൻ്റെ സിമ്പിൾ എന്താണ്? മൈനസ് ആണ്. സോ ഇവിടെ പ്ലസും മൈനസും ഉള്ള, പ്ലസും മൈനസും ഉണ്ട്, പ്ലസും മൈനസും ഇല്ല, ഇല്ല, ഇല്ല. സോ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേ ചോദ്യം തന്നെ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡയഗ്രമും വരച്ച് അനലൈസ് ചെയ്തൊക്കെ പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ടഫ് ക്വസ്റ്റൻ ആണ്. ബേസിക്കലി ടഫ് എന്ന് പറയാൻ പറ്റില്ല, മേ ബി ടൈം ടേക്കിംഗ് ക്വസ്റ്റൻ ആണ്. പക്ഷേ ഈ മെത്തേഡിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 15 സെക്കൻഡ്സ് ക്വസ്റ്റൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും അതേ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. ഇത് മാത്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യമാണ്. ദ റേഷ്യോ ഓഫ് ദി ഏജ് ടു ഫാദേഴ്സ് ഏജ് ടു ദ സൺസ് ഏജ് ഇസ് 7:4. ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് ദെയർ ഏജസ് ഇസ് 1372. റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 8 years വിൽ ബി ഡാഷ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മളൊരു 7x എടുക്കും, പിന്നെ ഒരു 4x എടുക്കും. അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ 1372 ആയിരിക്കും. അതിനെ നമ്മൾ സോൾവ് ചെയ്യും. ഇത്രയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടിൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഫാദേഴ്സ് ഏജ് ടു ദി സൺസ് ഏജ് ഇതിവിടെ തന്നിട്ടുണ്ട് 7:4. സോ ബേസിക്കലി ഈ സണ്ണിൻ്റെ ഏജ് 4x ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിലേക്ക് ഇവരുടെ ഏജ് 8 വർഷം കഴിഞ്ഞ് ആഡ് ചെയ്യുന്നു. സോ 4ൻ്റെ കൂടെ 8 എന്ന് പറഞ്ഞാൽ എന്താ? 8ഉം 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 4 + 4 ആണ് അല്ലേ? അതും. അപ്പോൾ അന്നേരം കിട്ടുന്ന ഏജും വീണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇവിടെ നമുക്ക് കിട്ടുന്നതിൽ ആകെ 12 മാത്രമാണ് 4ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. സോ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2 തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ സണ്ണിൻ്റെ ഏജ് 4x ആണ്. ഇവിടെ നമ്മൾ +4 + 4 ആണ് 8 എന്ന് പറയുന്നത്. 8ഉം 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ അന്നേരം കിട്ടുന്ന ഏജും ഡെഫിനറ്റ്ലി 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെറും 30 സെക്കൻഡ്സ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. 30 സെക്കൻഡ്സ് വേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇത് ജനറൽ അവയർനെസ്സിലെ ചോദ്യമാണ്. ഇതെൻ്റെ സബ്ജക്റ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ക്വസ്റ്റൻ എടുത്തുവെന്നേ ഉള്ളൂ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സെൻട്രലി സ്പോൺസേർഡ് സ്കീം റിലേറ്റഡ് വിത്ത് ലിറ്ററസി ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ March 2023? അപ്പോൾ ഈ ക്വസ്റ്റൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നല്ലേ? സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമാണ്. സോ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോക്കിൽ വീണ്ടും ഇങ്ങനൊരു ക്വസ്റ്റൻ വന്നു ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് റിവിഷൻ കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി സെയിം മാനർ ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റൻ. ദി അണ്ടർലൈൻ ഫ്രേസ് ഇൻ ദ ഗിവൻ സെൻറ്റൻസ് ഹാസ് ബീൻ യൂസ്ഡ് incorrectly. Select the option that can correctly replace the underlined segment. അപ്പോൾ ഇവിടെ സമീത ആസ്ഡ് ഔട്ട് എ ഫേവർ എന്ന് തന്നിട്ടുണ്ട്. സോ ഈ ആസ്ഡ് ഔട്ട് തെറ്റാണ്. എന്താണ് ഇതിൻ്റെ ശരിയുത്തരം? ആസ്ഡ് ഫോർ എ ഫേവർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇതും നിങ്ങൾക്കൊരു 15 സെക്കൻഡ്സ് കൊണ്ട് സോൾവ് ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ്സ് മാത്രമല്ല, ഇഷ്ടം പോലെ ഷോർട്ട് കട്ട്സ് വരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ കുറേ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. സോ ഇനി ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ SSCയുടെ മിഷൻ 2026 ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം മെൻറ്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മോക്ക് ടെസ്റ്റുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ഷോർട്ട് കട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം തന്നെ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ SSCയുടെ RRBയുടെയും
അതുപോലെ തന്നെ ബാങ്കിൻ്റെയും ഒക്കെ 100-ൽ പരം ബാച്ചുകളിലായി 3000-ൽ പരം വിന്നേഴ്സാണ് ഇത്തവണത്തെ എക്സാംസിൻ്റെ റിസൾട്ട് വന്നപ്പം എൻട്രിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രമാണിച്ച് ഈ 3000+ വിജയികൾ പ്രമാണിച്ച് നമ്മളൊരു 30% ഓഫിൽ നമ്മുടെ കോഴ്സസ്, അതായത് ഗോൾഡ് ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയുള്ള സമയത്ത് മാക്സിമം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ആൻഡ് SSC CHSLൻ്റെ വീഡിയോസ് ഇവിടെ കഴിയുന്നില്ല കേട്ടോ. എക്സാം വരുന്നതിന് മുമ്പ് ഇനിയും മേ ബി കൂടുതൽ ഷോർട്ട് കട്ട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ട്. ഓക്കെ, ഇനി CHSL എക്സാമിൽ ഇതുപോലെയുള്ള എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കോമെൻറ്റ്സിൽ ജസ്റ്റ് ഒന്ന് എഴുതി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.